ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജേജോ ജോൺസൺ. നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, നമുക്കധികം വൈകാതെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കാരണം ഇത് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉൾപ്പെട്ട നിരവധി ആൾക്കാർ പുറത്ത് പറയാതെയും പറഞ്ഞും ഈ വിഷയത്തെക്കുറിച്ച് അറിയാതെയും അറിഞ്ഞും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പല മഹത് വ്യക്തികളും പല സ്പീച്ചേഴ്സുമാരും പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ലളിതമായ രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മളുടെ ജീവിതത്തിലുള്ള പല തീരുമാനങ്ങളും നമുക്ക് എടുക്കുവാൻ ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം നമ്മൾ അനുവദിക്കുന്നില്ല. അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം നമ്മൾ വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനം, നമ്മൾ പലവിധ ദിവസങ്ങളുടെ ആലോചനകൾ, ഡിസ്കഷനുകൾ എല്ലാം കഴിഞ്ഞ് നമ്മളത് ഓക്കെ ഇത് ചെയ്യാം എന്നൊരു കാര്യം ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള തോന്നലുകൾ. ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിന്തിക്കുന്ന ഈ വിചാരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനെ കുറിച്ച് ബോധവാന്മാരുമല്ല, അവർക്ക് ഒന്നും ചെയ്യാനും പോകുന്നില്ല. പക്ഷെ നമ്മളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആന്തരിക മനസ്സ് ഇതിനെക്കുറിച്ച് വല്ലാതെ അതിനെക്കുറിച്ച് അവൽപ്പെടുന്നതായ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഒരു പ്രവാസിയായ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് വെളിനാട്ടിൽ ജോലി ചെയ്ത് അദ്ദേഹം ഒരു നല്ല നിലയിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഓക്കെ, ഇനിയുള്ള ബാക്കിയുള്ള ജീവിതം നമുക്ക് നമ്മുടെ സ്വദേശത്ത് നിൽക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് ജീവിക്കാം എന്നുള്ളത് തീരുമാനത്തിലെത്തുന്നു. ആ വ്യക്തി എത്തുന്ന സമയം ആ വ്യക്തി ചിന്തിക്കുകയാണ്, അല്ല ഇതിപ്പോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരുപാട് നാളായി പുറത്താണ് വർക്ക് ചെയ്യണതും ഈ നിലയിലെത്തിയതും. അപ്പൊ ഞാനിതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എന്ത് വിചാരിക്കും, അവരെന്നെ കുറിച്ച് മോശം ചിന്തിക്കുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതുവരെ ചെയ്തതും അദ്ദേഹത്തിന് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് മുന്നോട്ട് വീണ്ടും പോകേണ്ട അവസ്ഥ നമ്മൾ സാധാരണ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങൾ ഇത് ഫേസ് ചെയ്ത ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനുള്ള ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന കാര്യം തന്നെ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അവർക്ക് എന്നും ചിന്തിക്കാം,
നമ്മൾ വിചാരിക്കും അവർ നമ്മൾ മോശമാണ് വിചാരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന പലതും ചിലപ്പോൾ അവരൊരു നല്ല കാര്യമായിട്ട് നല്ല ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കും അവരത് കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ മോശമെന്ന് വിചാരിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് മോശമായിരിക്കാം. ഇത് രണ്ടും എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി നേരെയാണ്, നമ്മൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനം, നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. ആരെന്തും പറഞ്ഞോട്ടെ, ആരെന്ത് ചിന്തിച്ചോട്ടെ, അതൊന്നും നമ്മൾ അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടയിലുള്ള പല മഹത് വ്യക്തികളും പല നമ്മളറിയുന്ന ആൾക്കാരും അവരുടെ കാര്യങ്ങളിൽ അവർ വിജയം വരിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള പല ഘടകങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഈ കോൺഫിഡൻസ്, മറ്റുള്ളവർ വിചാരിക്കുന്നുള്ള ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ നിലയുറച്ച് വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ നമുക്കും ഇത് സാധ്യമാണ്. അപ്പോൾ നമ്മളുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളെ പല നല്ല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പുറകോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ വേറെ ഉദാഹരണം കൂടി ഞാൻ നമുക്ക് ലളിതമായി പറഞ്ഞു തരാം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. ഓക്കെ, നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രായം ചെന്ന ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ചേച്ചി അവിടെ റോഡരികിൽ തളർന്നു വീണു അവിടെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്നു. നമ്മൾ അവിടെ എത്തി നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കാം. എന്താ ചേട്ടാ, എന്താ ചേച്ചി, എന്ത് പറ്റി, എന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്ന് നമുക്ക് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സഹായിച്ച് ചെയ്യും. അതല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിപ്പോൾ എന്ത് വിചാരിക്കും, എല്ലാവരും അത് എല്ലാവർക്കും ചെയ്യണ കാര്യമല്ല, ഞാൻ മാത്രം അത് ചിന്തിക്കണം, എന്താ ചെയ്യണം എന്ന് കരുതി നമ്മൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കോൺഫിഡൻസിന്റെ ബാധിക്കുന്ന കാര്യങ്ങളും എഴുതുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളിൽ കൂടെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മൾ ഇതിൽ കാണുന്ന കാര്യമുണ്ട്. കാരണം മറ്റുള്ള എന്ത് വിചാരിച്ചോട്ടെ, അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നൊരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ സാധിക്കും. ഞാൻ മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.